നമ്മളിൽ പലരുടെയും വിചാരം എന്താ? ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ്. നമ്മളൊരു കാര്യം വിശ്വസിച്ചാൽ പിന്നെ അതിൽ നിന്ന് മാറില്ല, അല്ലേ? ബട്ട് വെയിറ്റ്, വാട്ട് ഇഫ് ഐ ടെൽ യു ദാറ്റ് ബീയിങ് റോങ് ഈസ് ആക്ച്വലി എ സൂപ്പർ പവർ? ആഡം ഗ്രാൻഡിൻ്റെ തിങ്ക് അഗെയിൻ എന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഇഫ് യു ആർ എ കോണ്ടന്റ് ക്രിയേറ്റർ, ഓണ്ടർപ്രണർ ഓർ ജസ്റ്റ് സമ്മൺ വാണ്ടിങ് ടു ഗ്രോ ഇൻ ലൈഫ്, ഈ വീഡിയോ അവസാനം വരെ കാണുക. ലളിതമായി പറഞ്ഞാൽ ഈ ബുക്ക് സംസാരിക്കുന്നത് അൺലേണിംഗ് ആൻഡ് റീതിങ്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ്. ആഡം ഗ്രാൻഡ് പറയുന്നത് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ സാധാരണ 3 രീതിയിലാണ് പെരുമാറാറുള്ളത്. ദി ഫസ്റ്റ് വൺ ഈസ് ദി പ്രീച്ചർ. നമ്മൾ വിശ്വസിക്കുന്ന കാര്യം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നോക്കും. സെക്കൻഡ് വൺ ഈസ് ദ പ്രോസിക്യൂട്ടർ. മറ്റുള്ളവർ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ വക്കീലാകും. ലാസ്റ്റ് വൺ ഈസ് ദി പൊളിറ്റീഷ്യൻ. ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം സംസാരിക്കും. ബട്ട് ദി ഓതർ സേസ് നമ്മൾ ഇതൊന്നുമല്ല ആകേണ്ടത്. വി ഷുഡ് തിങ്ക് ലൈക്ക് എ സയൻറ്റിസ്റ്റ്. ഒരു ശാസ്ത്രജ്ഞൻ എപ്പോഴും സത്യം കണ്ടെത്താനാണ് നോക്കുക. പുതിയ തെളിവുകൾ കിട്ടുമ്പോൾ പഴയ തിയറികൾ മാറ്റാൻ അവർക്കൊരു മടിയുമില്ല. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്, കോൺഫിഡൻറ്റ് ഹ്യൂമിലിറ്റി. അതായത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം വേണം, പക്ഷേ എനിക്ക് തെറ്റുപറ്റാമെന്ന വിനയവും ഒപ്പം വേണം. നമ്മൾ തെറ്റാണെന്ന് തിരിച്ചറിയുന്നത് നാണക്കേടല്ല, പുതിയൊരു കാര്യം പഠിക്കാനുള്ള അവസരമാണ്. നിങ്ങളുടെ കരിയറിലും ലൈഫിലും ഈഗോ ഒക്കെ മാറ്റിവെച്ച് വലിയ വിജയം നേടണമെങ്കിൽ ദിസ് ബുക്ക് ഈസ് ആൻ അബ്സല്യൂട്ട് മസ്റ്റ് റീഡ്. അപ്പോൾ എങ്ങനെയാ? ആർ യു റെഡി ടു തിങ്ക് അഗെയിൻ?